ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ചാനലായ ആൻറ്റിക് സ്റ്റോണിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഉച്ചയ്ക്കൊരു കല്യാണത്തിന് പോയിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ബിരിയാണിയൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങി, നന്നായിട്ടൊന്ന് ഉറങ്ങി. അപ്പോൾ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ വലിയൊരു സൗണ്ട് കേട്ട് എഴുന്നേറ്റാട്ടോ. ഇടിമിന്നലും മഴയൊക്കെ ആയിട്ട് വലിയ സൗണ്ട് വന്നു. അതിനുശേഷം പിന്നെ ഉറക്കം കിട്ടിയില്ല. ഞാൻ പിന്നെ ഉറങ്ങൽ നിർത്തി എഴുന്നേറ്റ് ഒരു ചായ ഉണ്ടാക്കി, കട്ടൻ ചായ ഉണ്ടാക്കി. മഴയും കട്ടൻ ചായയും മിച്ചറും. ഓക്കെ, ഇത് മലയാളിയുടെ ഒരു അന്തസ്സാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് നൊസ്റ്റ് അടിച്ചു. അത് 2-4-5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഉണ്ടാക്കിയ വീടാട്ടോ. എൻ്റെ വീടാണ്, എൻ്റെ സ്വന്തം വീടാണ്. എൻ്റെ ആദ്യത്തെ സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ വീടാണ്. ഓക്കെ, അടിപൊളി സൈറ്റാട്ടോ. ഇവിടെ ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടാണ് ഞാനിവിടെ വീട് വെക്കാൻ തീരുമാനിച്ചത്. ഈ ഒരു സ്പോട്ട് കണ്ടിട്ടോ. ഓക്കെ, സമ്മറിൽ തന്നെ അപാര വൈബാട്ടോ. മേലെ ഇരിക്കാനും കിടക്കാനൊക്കെ വലിയൊരു വൈബാണ്. ഒരു 360 ഡിഗ്രി വ്യൂയിലാണ് ഇതിൻ്റെ റൂഫ് വ്യൂ. റിസോർട്ടിനൊക്കെ പറ്റിയ സ്പോട്ടാട്ടോ. അത്രയും വൈബുള്ള ഒരു നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ. ഈ ഒരു ഭാഗം വളരെ പീസ്ഫുള്ളുമാണ്. ഒരുപാട് താമസക്കാരൊന്നും ഇല്ല ഈ ഒരു ഭാഗത്ത്. പിന്നെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വലിയ മഴ വന്നു കഴിഞ്ഞാൽ ആ ഡോറിലൂടെ വെള്ളം അകത്തോട്ട് വരും കേട്ടോ. അത് ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ ഇപ്പം എടുത്തതല്ല കേട്ടോ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എടുത്തതാണ്. വീടിൻ്റെ മാർബിൾ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഞാൻ എടുത്തതാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. രസമല്ലേ? പിന്നീട് നമ്മളിങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ വീട് കംപ്ലീറ്റ് ചെയ്തു. ഫർണിഷ്ഡ് ആണ്, എല്ലാം ഫർണിഷ്ഡായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ആ ഒരു സമയത്ത് ഞാൻ എടുത്തതാണ്. നമ്മൾ സമ്പാദിച്ച ആദ്യത്തെ പൈസ കൊണ്ടൊരു വീട് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൗഡ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ. വീടൊരു സ്വപ്നമായിരുന്നു കേട്ടോ. ഇന്നും എൻ്റെ ഒരു ഡ്രീം ഹൗസാണെന്നൊക്കെ പറയാം. ഓക്കെ, ആ രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ വീടാട്ടോ, വലിയ സ്ക്വയർ ഫീറ്റ് ഒന്നുമില്ല, ചെറിയ വീടാണ്. പക്ഷേ ഒരു യുണീക്നെസ് കീപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലാനിങ്ങിലും മറ്റ് വീടിനകത്ത് ഡെക്കറേഷൻ ആയാലും എല്ലാം തന്നെ ഒരു യുണീക്നെസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ പൈസയില്ല കേട്ടോ. ഓക്കെ, വലിയൊരു പൈസ ഒന്നും വലിയ വീടൊന്നും അല്ല. വീടിൻ്റെ ഒരു സൈഡ് വലിയ താഴ്ചയുണ്ട് കേട്ടോ. കുന്നിൻ്റെ മുകളിലാണ് വീടുള്ളത്. അപ്പോൾ ആ സൈഡിലെ മതിൽ ഭയങ്കര ഹൈറ്റാണ്, വലിയ ഹൈറ്റാട്ടോ. ആ കാണുന്നതാണ് ആ മതിലിൻ്റെ പണിയോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. ഓക്കെ, റോഡിലേക്ക് ഇറങ്ങി എടുത്തിട്ടില്ല, മതിലിനപ്പുറത്തേക്ക് പോയിട്ട് എടുത്തിട്ടില്ല. വലിയ മഴയാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല. ഓക്കെ, ഇത് പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് ബാക്കിലുള്ള പപ്പായയാണ്, കുഞ്ഞു പപ്പായ കേട്ടോ. പക്ഷെ വലിയൊരു പപ്പായ അതിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് ചെറിയൊരു വീടാണ്, കുറച്ച് സ്പേസ് ഉള്ളൂ കേട്ടോ. പക്ഷേ ആ സ്പേസ് എല്ലാം ഞാൻ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ. മാക്സിമം ചെടികളെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുന്നും പ്രദേശം ആയതുകൊണ്ട് തന്നെ വേനൽക്കാലമൊക്കെ ഭയങ്കര അൺസൈക്കബിളാണ്. ഓക്കെ, അപ്പോൾ സഹിക്കാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് വെക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ മരങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇപ്പം നമ്മുടെ വീട് മാത്രം, ഈ ഒരു ലൊക്കേഷൻ മാത്രം വളരെ ഗ്രീനറി ആയിട്ട് കാണാം കേട്ടോ. പുറത്തുനിന്ന് വന്നവരൊക്കെ നോക്കുമ്പോൾ വീട് പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതാട്ടോ എനിക്ക് ബൈക്ക്. ഞാൻ പറയാൻ മറന്നുപോയി, ആദ്യം പറയേണ്ടത് ബൈക്കായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഞാനൊരു റൈഡറാണ്. ഇതിലാണ് ഞാൻ എല്ലാവിടെയും പോകുന്നത്.